നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫാമിലി വെഡിംഗ് സെന്റർ. തിരൂർ നഗരസഭാ പരിധിയിലെ മാലിന്യ സംസ്കരണം ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. മാലിന്യ സംസ്കരണത്തിലൂടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സാമ്പത്തിക ലാഭമുണ്ടാക്കുമ്പോൾ തിരൂരിലെ മാലിന്യ സംസ്കരണം ചിലർക്ക് കറവ പശുവാണ്. ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ തിരസ്കൃത മാലിന്യങ്ങൾ കയറ്റി അയക്കാൻ കോടികളാണ് സ്വകാര്യ ഏജൻസികൾക്ക് നഗരസഭാ ഫണ്ടിൽ നിന്നും നൽകേണ്ടി വരുന്നത്. ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണം നടത്താത്തതിനാൽ ഹരിതകർമ്മസേനയ്ക്ക് ഒരു മാസമായി നഗരത്തിൽ നിന്നും മാലിന്യമെടുക്കാൻ കഴിയുന്നില്ല. നഗരത്തിൽ വലിയ രീതിയിലുള്ള മാലിന്യ കൂമ്പാരങ്ങൾ രൂപപ്പെടുകയും അതിന്റെ മറവിൽ വലിയ രീതിയിലുള്ള അഴിമതിയും കച്ചവടവും നടക്കുകയും ചെയ്യുന്ന സ്ഥിതി ഇവിടെ ഉണ്ട്. ഇതാണ് ഞങ്ങൾ കൗൺസിലിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. തിരൂർ നഗരസഭയ്ക്കകത്തുള്ള മിക്ക ഹോട്ടലുകളും ജനവാസ കേന്ദ്രങ്ങളിലേക്കും പുറത്തെ ചാലുകളിലേക്കുമാണ് അവരുടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. ഇവർക്കെല്ലാം മുനിസിപ്പാലിറ്റി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത നോട്ടീസുകളിന്മേൽ അവർക്കെതിരെ എന്ത് നടപടി എടുത്തു? യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഹോട്ടലുകാർ കാണേണ്ടവരെ കാണേണ്ട മാതിരി വന്ന് കാണുമ്പോൾ അവർക്കെതിരായിട്ടുള്ള നടപടി നിർത്തിവെക്കാണ്. എല്ലാ സ്ഥലങ്ങളിലും പൊതുജനങ്ങളിൽ നിന്ന് വ്യാപകമായ രീതിയിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുന്നു. അപ്പൊ മാലിന്യ സംസ്കരണ രംഗത്ത് ഗുരുതരമായ പ്രതിസന്ധി നിലനിൽക്കുന്നു. റോഡുകളുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നഗരസഭ ചെയ്യേണ്ട കാര്യം ചെയ്യണ്ടേ? അതാണ് പ്രശ്നം. ആ കാര്യത്തിന് സംസ്ഥാന സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? തിരൂരത്തെ MLA പറ്റി പറഞ്ഞില്ലേ? തിരൂരത്തെ MLA തിരൂരത്തെ കാര്യത്തിന് പകരം താനൂരത്തെ കാര്യം നോക്കാൻ പോവാണെന്നുള്ള ആക്ഷേപമൊക്കെ വരുന്നു. ഇങ്ങനെ യഥാർത്ഥത്തിൽ ചുമതലപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് തടി തപ്പാൻ നോക്കാണ്. സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും വിവാദമാക്കി കൊണ്ടുവരികയാണ്. ഈ 5ാമത്തെ വർഷം വാർഡ് വിഭജന പ്രക്രിയ ഉൾപ്പെടെ പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിലാണോ ഇവർക്ക് സ്റ്റേഡിയത്തെ സംബന്ധിച്ച് ആലോചന വരുന്നത്? അങ്ങനെ ഉണ്ടാ? ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? സംസ്ഥാന സർക്കാർ 10 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് ആ 10 കോടി രൂപ വാങ്ങിക്കാതെയാണ് നിങ്ങളെ പൈസ വേണ്ട എന്ന് പറയുന്ന ഒരു നഗരസഭ ഇത് മാത്രമാവും. അതിന്റെ താല്പര്യം എന്താ? അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം വരുമ്പോ അതിന്റെ കോൺട്രാക്റ്റും കരാറും ഒക്കെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഏജൻസികളാവും കൈകാര്യം ചെയ്യുക. ഈ ചെറിയ പദ്ധതികളിലേക്ക് പോയാൽ അതിന്റെ മുഴുവൻ പ്രായോജകരും ഗുണഭോക്താക്കളുമായി മാറാൻ വേണ്ടി പോകുന്നത് തിരൂരിലെ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള കുറച്ച് കൗൺസിലർമാരും ഒരു കറക്ക് കമ്പനിയുമാണ്. ആ നിലയിലേക്ക് നഗരത്തിന്റെ ഭരണം പോകുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിം ലീഗിനകത്തു നിന്ന് തന്നെ ഉയരുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരണത്തിനായി നഗരസഭാ സ്റ്റേഡിയത്തിന് സർക്കാർ നൽകിയ 10 കോടി രൂപ വാങ്ങാൻ തയ്യാറാവാതെ ലാപ്സാക്കിയ നഗരസഭ ഭരണ നേതൃത്വം സ്റ്റേഡിയം വികസനത്തെ തകിടം മറിക്കുന്നു. കോരങ്ങത്തെ EMS പാർക്ക് നടത്തിപ്പുകാരിൽ നിന്നും വാടക പോലും കിട്ടുന്നില്ല. 2 വർഷത്തെ വാടക കുടിശ്ശിക പോലും കിട്ടാതെ നഗരസഭ കരാറുകാരനുമായി നിയമയുദ്ധത്തിലാണ്. നിസ്സാര കാരണം പറഞ്ഞ് തിരൂർ പ്രസ് ക്ലബ്ബ് ഓഫീസ് അടച്ചുപൂട്ടാൻ പോലീസ് സന്നാഹത്തോടെ പോയ ഭരണ നേതൃത്വം വാടക ലഭിക്കാത്തതും അനധികൃത നിർമ്മാണങ്ങൾ നടത്തിയതുമായ പാർക്കിനെതിരെ നടപടിയെടുക്കാതെ ഉടമയുമായി ചേർന്ന് നാടിനെ കബളിപ്പിക്കുന്നു. നഗരസഭാ പദ്ധതിയുടെ ഗുണം നാട്ടുകാർക്ക് ലഭിക്കുന്നില്ല. പദ്ധതികൾ കരാറുകാർക്ക് പണമുണ്ടാക്കാനുള്ള മാർഗമായി മാറി. നഗരസഭാ പരിധിയിലെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ്. നഗരസഭാ റോഡുകൾ തകർന്നതായി പരാതി ഉയർത്തിയാൽ മറ്റു റോഡുകളും തകർന്നതായി പറഞ്ഞ് സമാധാനിക്കുകയാണ് ചെയർപേഴ്സൺ ചെയ്യുന്നത്. സ്വന്തം പാർട്ടി MLAക്കെതിരായ ആക്ഷേപമാണ് ഇതിലൂടെ ഉയർത്തുന്നത്. നഗരസഭയുടെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്ന് പ്രതിപക്ഷ പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് S ഗിരീഷ്, കൗൺസിലർമാരായ V നന്ദൻ, C നജീബുദ്ദീൻ, S ഷബീർ അലി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. TVN ന്യൂസ്, തിരൂർ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.